നമസ്കാരം. നാളെ ഓഗസ്റ്റ് 23 ഞായറാഴ്ച. നാളത്തെ ദിവസം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യഫലങ്ങൾ ലഭിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ചില ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അതുപോലെ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ ചെയ്യേണ്ടത് എന്നും കൂടാതെ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവരുടെ ദോഷഫലം കുറയ്ക്കാൻ എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ നമുക്ക് ചെയ്യാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം നാളെ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളാണ്. അതിൽ ഒന്നാം സ്ഥാനം പൂരാടമാണ്. നാളത്തെ ദിവസം ഏറ്റവും അനുകൂലമായി തിളങ്ങുന്ന ഒരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഇവർക്ക് ലഭിക്കാം. ഏറെക്കാലമായി കാത്തിരുന്ന ഒരു മറുപടി ലഭിക്കാനുള്ള സാധ്യത ഇവരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകൾ വരാം. ഏറെ നാളായി പ്രതീക്ഷിച്ചിരുന്ന വലിയ ചില പ്രൊജക്റ്റുകളൊക്കെ വന്നു ചേരാനും പുതിയതായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് പറ്റിയ സമയമാണ്. അത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ലാഭം കൊയ്യാൻ കഴിയും. ബിസിനസ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. സാമ്പത്തികമായി പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏറെ നാളായി ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ പരിഹരിക്കാനുള്ള അവസരം ലഭിക്കും. കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. മാത്രവുമല്ല, നല്ല വിവാഹാലോചനകൾ നോക്കുന്ന ആളുകൾക്ക് അതിന് മനസ്സിനിണങ്ങിയ തരത്തിലുള്ള ആലോചനകൾ വന്നു ചേരുകയും ചെയ്യും. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, പുതിയ സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ എന്നിവർക്ക് നാളെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം രാവിലെ കുളിച്ച് ശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് നാളെ കാര്യങ്ങൾ അനുകൂലമായി നീങ്ങാൻ സാധ്യതയുണ്ട്. ജോലിയിൽ മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കാം, പ്രശംസ ലഭിക്കാം, സഹപ്രവർത്തകരിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കാം. ഓഫീസിൽ താരമായി മാറാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങിക്കിട്ടും. മാത്രവുമല്ല, ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ലാഭം നിങ്ങളുടെ കൈകളിലേക്ക് വരികയും വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ നിൽക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. കലാരംഗത്തുള്ള ആളുകൾക്ക് വളരെ അനുകൂലമാണ്. രാഷ്ട്രീയത്തിലൊക്കെയുള്ള ആളുകൾക്ക് നന്നായി തിളങ്ങാൻ കഴിയുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായിട്ട് പുതിയ വരുമാന മാർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾക്കൊക്കെ തുടക്കമിടാൻ പറ്റുന്ന ഒരു ദിവസമാണ്. മാത്രവുമല്ല, വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനം ലഭിക്കും. ചില പുതിയ സുഹൃത്തുക്കളെ നാളത്തെ ദിവസം നിങ്ങൾ പരിചയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവർ വഴി ചില നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിട്ടും കാണുന്നു. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. സൂര്യന് ജലം സമർപ്പിച്ചുകൊണ്ട് ഓം ആദിത്യായ നമ എന്ന് 11 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അഹങ്കാരം ഒഴിവാക്കി നാളത്തെ ദിവസം വിനയത്തോടെ പെരുമാറുക. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് കുടുംബപരമായി സന്തോഷം ലഭിക്കുന്ന ദിവസമായിരിക്കും. വീട്ടിൽ നിങ്ങളെ തേടി നല്ലൊരു വാർത്ത എത്താം. വീട്ടിലേക്ക് അതിഥികൾ വരാനും സുഹൃത്തുക്കൾ വരാനുമുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. മക്കളുടെ പഠനം, ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ ലഭിക്കുകയും മക്കൾ മൂലം നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. സാമ്പത്തികമായിട്ട് വലിയ നേട്ടം ലഭിച്ചില്ല എങ്കിലും പണവുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സന്തോഷവും സമാധാനവും ഉള്ളൊരു ദിവസമായിരിക്കും. തൊഴിൽ രംഗത്ത് ചിലപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. ജോലിയിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. മാത്രവുമല്ല, ജോലി മാറ്റം ആഗ്രഹിച്ച ആളുകൾക്ക് പുതിയ ചില നല്ല ജോലികളുടെ അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ടും കാണുന്നു. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വിഷ്ണു പ്രാർത്ഥന നാളെ നടത്തുക. കഴിയുമെങ്കിൽ ഒരു ദരിദ്രന്
ഭക്ഷണം നൽകുന്നത് വളരെ ഉത്തമമാണ്. വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നാളെ ചെയ്യുക. ഇനി നാളത്തെ ദിവസം ഗുണബലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് നാളെ യാത്രകൾക്കും ആശയവിനിമയത്തിനും ചർച്ചകൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. ദൂരത്തു നിന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്തകൾ ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കും. ജോലി സംബന്ധമായ ഫോൺ കോളുകൾക്കും ചർച്ചകൾക്കും ഒക്കെ നാളെ നിങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരിക്കും. അതിലൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനും അതുവഴി നിങ്ങളെ ആളുകൾ പ്രശംസിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കുകയും കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുകയും ചെയ്യും. ചെറുകിട ബിസിനസ് നടത്തുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല രീതിയിലുള്ള ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ് നാളെ. സാമ്പത്തികമായിട്ട് ചെറിയ നേട്ടങ്ങൾ പല വഴികളിലൂടെ ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ദിവസമാണ് നാളെ. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രാവിലെ ഗണപതി പ്രാർത്ഥന നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. യാത്ര തുടങ്ങുന്നതിന് മുൻപ് കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുന്നത് വളരെ നല്ലതാണ്. ഇനി നാളത്തെ ദിവസം ഗുണബലം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് നാളെ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ദിവസമാണ്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുകയും സുപ്രധാനമായ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യും. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സാധ്യതകൾ കണ്ടെത്താൻ ആകും. ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും. പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. ഏറെ നാളായി നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയും. പ്രണയബന്ധത്തിലുള്ളവർക്ക് പരസ്പര ധാരണ വർദ്ധിക്കുകയും പരസ്പര സ്നേഹം വർദ്ധിച്ച് കൂടുതൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യും. ജോലിയിൽ നന്നായിട്ട് കഴിവ് തെളിയിക്കാൻ കഴിയും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യം, രാവിലെ ദേവീ പ്രാർത്ഥന നടത്തുന്നത് വളരെ ഉത്തമമാണ്. കഴിയുമെങ്കിൽ ഒരു സ്ത്രീക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായമോ ഒക്കെ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഇനി നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവരവരുടെ ദോഷഫലം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നും നമുക്ക് നോക്കാം. അതിലൊന്ന്, ഏറ്റവും ആദ്യം നാളെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂല നക്ഷത്രക്കാർ നാളെ പ്രധാനമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടും മാനസിക സമ്മർദ്ദവും ഒക്കെ അനുഭവിക്കേണ്ടി വരും. കൂടുതൽ ക്ഷമ പാലിക്കേണ്ട ഒരു ദിവസമാണ് നാളെ നിങ്ങളെ സംബന്ധിച്ച്. പെട്ടെന്ന് നിങ്ങൾ തീരുമാനങ്ങളൊന്നും നാളത്തെ ദിവസം എടുക്കരുത്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഉടൻ പണം നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ജാമ്യം നിൽക്കാനോ മറ്റ് വസ്തു ഇടപാടുകൾക്കോ ഒന്നും നാളെ പോകരുത്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനും അതുവഴി നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാനുള്ള സാഹചര്യം കാണുന്നു. ജോലിയിലും ഇതേപോലെ സമ്മർദ്ദം ഉണ്ടാകാം. ചിലപ്പോൾ സഹപ്രവർത്തകരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ഒക്കെ പരുഷമായ വാക്കുകൾ കേൾക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. അത് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുകയും അസ്വസ്ഥതപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ പറയാം. ദേവീ ക്ഷേത്രത്തിൽ നാളെ പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ നാളത്തെ ഏകാദശി ദിനത്തിൽ വിഷ്ണുവിനെയോ ശ്രീകൃഷ്ണനെയോ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 പ്രാവശ്യം നാളത്തെ ദിവസം ജപിക്കുക. അത് നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാൻ ഉപകരിക്കും. ഇനി നാളെ ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ നാളെ വാക്കുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ക്ഷമയോടെ സമചിത്തതയോടുകൂടി സംസാരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ തമാശയായിട്ട് പറയുന്ന ഒരു വാക്ക് പോലും മറ്റൊരാൾ ഗൗരവമായി എടുക്കുകയും അത് വലിയ പ്രശ്നങ്ങളിലേക്കും ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കാനും ഒക്കെ സാധ്യത ഉണ്ട്. ജോലി സ്ഥലത്ത് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലൊന്നും പോയി ഇടപെടാതിരിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പോയി അഭിപ്രായം പറഞ്ഞ് അത് വലിയ പ്രശ്നമായി അവസാനം അത് നിങ്ങളുടെ തലയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് അനാവശ്യ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുറ്റക്കാരാകുന്ന സാഹചര്യം ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ രേഖകൾ പരിശോധിക്കാതെ ഒരു തരത്തിലും ഒപ്പിടരുത്. നാളെ നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപരിചിതരായിട്ടുള്ള ആളുകളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കൂടാതെ നാളെ പണം കടം കൊടുക്കുന്നതും പണം കടം വാങ്ങുന്നതുമൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക.
നാളത്തെ ദിവസം നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ പറയാം. നാഗദേവതയെ പ്രാർത്ഥിക്കുക എന്നതാണ്. കഴിയുമെങ്കിൽ നാഗക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നാളെ സംസാരിക്കുക. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നാളത്തെ ദിവസം ആരംഭിക്കുന്നതും ഉത്തമമാണ്. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നാളെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ അത് കുറേ നാൾ മുൻപ് കഴിഞ്ഞു പോയ ഒരു കാര്യമായിരിക്കാം. അതുമൂലം ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ വലിയ മനോവിഷമം ഉണ്ടാകും. പണവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായിട്ട് ചെലവ് വരാനും പണം കയ്യിൽ നിന്ന് ഒരുപാട് ഒഴുകിപ്പോകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വാഹനം ഓടിക്കുന്ന ആളുകളാണെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നാളെ ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. വീട്ടിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കാതെ ശാന്തമായിട്ട് സംസാരിക്കുക. എടുത്തടിച്ച പോലെ മുതിർന്നവരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോടോ ഒക്കെ സംസാരിക്കാതിരിക്കുക. അത് ചിലപ്പോൾ അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുകയും ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ജോലി സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അമിതമായിട്ട് ജോലി ഭാരം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസമാധാനം അല്പം കുറവായിരിക്കും നാളെ. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ പരിഹാര മാർഗങ്ങൾ പറയാം. ഒന്ന്, രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം നാളെ ജപിക്കുക. കഴിയുമെങ്കിൽ ഒരു ദരിദ്രനായിട്ടുള്ള ആളിന് ഭക്ഷണം ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ നാളെ സാമ്പത്തിക കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ആവശ്യത്തിലധികം പണം ചെലവാക്കാനുള്ള പ്രവണത ഉണ്ടാകാം. പക്ഷെ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഓൺലൈൻ പർച്ചേസുകളിലും നിക്ഷേപങ്ങളും ഒക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം തട്ടിപ്പുകൾക്ക് ഇരയാകാനുള്ള സാധ്യത നാളെയുണ്ട്. അപരിചിതരായിട്ടുള്ള ആളുകളെ വിശ്വസിക്കാതിരിക്കുക. പണം കടം കൊടുക്കാതിരിക്കുക നാളത്തെ ദിവസം. പിന്നെ സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. അല്ലെങ്കിൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് വലിയ കൈനഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് മാത്രം കേട്ട് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ നാളെ എടുക്കരുത്. മാത്രമല്ല ജാമ്യം നിൽക്കുക പോലുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ പറയാം. ഒന്ന്, ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. ചുവന്ന പൂക്കൾ ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് പറ്റിയില്ല എങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. വീട്ടില് പൂജാമുറിയിൽ ചുവന്ന പൂക്കൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു സ്ത്രീക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് നാളെ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കാതെ ഓരോ കാര്യവും ക്രമമായി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാനസിക ആശ്വാസം ലഭിക്കും. മാത്രവുമല്ല, മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ വാക്കുകളിൽ നിയന്ത്രണം വേണം. എടുത്തടിച്ച പോലെ സംസാരിക്കരുത്. പിന്നീട് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളായി മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. യാത്ര ചെയ്യുന്നവർ വാഹനത്തിന്റെ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. ഒന്നും അവഗണിക്കരുത്. കാരണം ചെറിയ ചില പ്രശ്നങ്ങൾ പോലും നാളത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ പറയാം. സൂര്യദേവനെ പ്രാർത്ഥിക്കുക. രാവിലെ സൂര്യന് ജലം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓം സൂര്യായ നമഃ എന്ന് ജലം സമർപ്പിച്ച് 11 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അവർ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളും. അതുപോലെ തുടക്കത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞു. നാളത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.